ടോവിനോ തോമസിന്റെ പള്ളിച്ചട്ടമ്പി അങ്ങനെ കണ്ടു വന്നിരിക്കുകയാണ്. സോ ഈ സിനിമ കാണാൻ പലർക്കും പല റീസൺ ഉണ്ടാവും. ചിലവർ കയാദൂനെ കാണാൻ വേണ്ടി ഈ സിനിമ കാണുന്നവരുണ്ടാവും, ടൊവിനോനെ കാണാൻ വേണ്ടി ഈ സിനിമ കാണുന്നവരുണ്ടാവും. എന്നാൽ ഞാൻ വേറൊരു മുതലിനെ കാണാനാണ് പോയത്. അത് ആരാണെന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രശാന്ത് അലക്സാണ്ടർ ഇന്റർവ്യൂവിൽ പറയുണ്ടായിരുന്നു ഈ സിനിമയിൽ ഒരു മുതലുണ്ട്, ആ മുതലിനെ കാണാനാണ് ഞാൻ പോയത്. ടൊവിനോ ആണോ ഇപ്പോ മലയാളം സിനിമയിലെ രക്ഷകൻ? ജസ്റ്റ് ലൈക്ക് തളപതി വിജയ് തമിഴ് സിനിമയിലെ രക്ഷകൻ പോലെ നമ്മൾ വിജയെ കളിയാക്കിണ്ടായിരുന്നു, വിജയ് രക്ഷകൻ റോൾസ് മാത്രമേ ചെയ്യൂ. എന്നാൽ ഇപ്പോ ടൊവിനോ ആണ് അങ്ങനെ. നാടിന്റെ രക്ഷകൻ, വീടിന്റെ രക്ഷകൻ, കാടിന്റെ രക്ഷകൻ, ഇപ്പൊ മണ്ണിന്റെ രക്ഷകൻ. അയ്യോ, ബോളിവുഡില് പൈത്യങ്ങളുണ്ട്, ഈ പാട്രിയോട്ടിസം പൈത്യങ്ങൾ. എന്നാൽ ഇതില് മണ്ണ് പൈത്യം. ഇമോഷൻസ് പറയുന്ന സാധനം ഒരിക്കലും ഫോഴ്സ്ഡ് ആവാൻ പാടില്ല. നമുക്ക് തോന്നണം, അല്ലാതെ നിങ്ങൾ കരഞ്ഞിട്ടേ തിയേറ്ററിൽ നിന്ന് പോകാൻ പാടുള്ളൂ പറഞ്ഞിട്ട് പുട്ടിന്റെ ഇടയിൽ തേങ്ങ കേറ്റുന്ന പോലെ ഇങ്ങനെ കേറ്റി തന്നാലും കരച്ചിൽ വരില്ല. ഇമോഷണൽ സീൻസിന്റെ ഏറും പിടി. എന്നാൽ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു തേങ്ങയും തോന്നും. സി ദിസ് മൂവി ഈസ് ആക്ച്വലി ആ ഷെയ്ഖ്, ഒരു ഷെയ്ഖാണ്, പല സിനിമകളുടെ ഷെയ്ഖ്. ദേവര, നമ്മുടെ ജൂനിയർ NTRന്റെ ദേവര കണ്ടവർക്ക് അറിയാം. മലകള്, ആ മല മറ്റേതാണ്, ഈ മല മറ്റേതാണ്, അതിന്റെ ഒരു മിക്സ്. KGFന്റെ ഒരു മിക്സ്, പിന്നെ മറ്റേ താപ്പാനയുടെ ഒരു മിക്സ്, പോത്തൻ വാവയുടെ ഒരു മിക്സ്, മറ്റേ തങ്കമണിയുടെ ഒരു മിക്സ്, നരിവേട്ടയുടെ ഒരു മിക്സ്. സ്വന്തമായിട്ടൊന്നുമില്ല, എന്തിന്റെയൊക്കെ ഒരു മിക്സ്. സി ഐ ആം ഹൈലി ഡിസപ്പോയിന്റഡ് ആഫ്റ്റർ വാച്ചിങ് ദിസ് ഫിലിം. എനിക്ക് ഒരു ഹൈയും തരാത്തൊരു സിനിമയാണ് പള്ളിച്ചട്ടമ്പി അഥവാ ചർച്ച് റൗഡി. പള്ളിച്ചട്ടമ്പി എന്ന് പേരിട്ടിട്ട് ഇതിൽ രണ്ട് ഫൈറ്റ് സീക്വൻസേ ഉള്ളൂ. രണ്ടും ലോക നിർഗുണ സാധനം പറഞ്ഞാൽ ലോക നിർഗുണ സാധനം. ആകെ എനിക്ക് ഈ സിനിമയിൽ രണ്ട് പോസിറ്റീവ്സ് ആയി തോന്നി. ഒന്ന് കയാദു, ഷീ ഈസ് ഡാം ബ്യൂട്ടിഫുൾ. ആളെക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേറൊരു നടി ഇല്ല എന്ന് പലപ്പോഴും തോന്നിപ്പോകും. അജാതി ലുക്കായിരുന്നു. ഐ എം നോട്ട് സേയിങ് അബൌട്ട് പെർഫോമൻസ്, ലുക്ക് വൈസ് വേറെ ലെവലായിരുന്നു. ഒരു ക്ലോസ് ഷോട്ട് വെക്കേണ്ട ആളുടെ കണ്ണ് മാത്രം, അത് തന്നെ എജാതി കിടുവായിരുന്നു. പൃഥ്വിരാജ് സുകുമാരൻ ഓറ എന്താണെന്ന് അറിയണം, സ്ക്രീൻ പ്രസൻസ് എന്താണെന്ന് അറിയണം, ഡയലോഗ് ഡെലിവറി എങ്ങനെ ആയിരിക്കണം എന്ന് അറിയണോ? ജസ്റ്റ് വാച്ചിങ്. തൂക്ക് പറഞ്ഞ അടിപൊളി തൂക്ക്. അങ്ങേര് വരുന്ന സീൻസ് ഒക്കെ പീക്ക് സാധനമായിരുന്നു. ദാറ്റ്സ് ഫ്രം ദ വെരി ഫസ്റ്റ് സീൻ. അത് അങ്ങേര് ഒരു ബ്ലേഡ് വേർഷനും അങ്ങേരെ കുറച്ച് ബാക്ക് ഷോട്ട് ഒക്കെ കാണിക്കുമ്പോൾ ജെയ്ക്സ് ബിജോയുടെ ഒരു മ്യൂസിക് ഉണ്ട്, പെട്ട സാധനമായിരുന്നു.